Welcome to Forward Steps Vlogs. This is the third part of previous questions and answers related to Kerala Service Rules exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. രണ്ട് വ്യത്യസ്ത തസ്തികകളുടെ ശമ്പള നിരക്കും ചുരുങ്ങിയ ശമ്പളം, പരമാവധി ശമ്പളം, ഇൻക്രിമെന്റ് നിരക്കുകൾ, ഇൻക്രിമെന്റിന്റെ കാലാവധി എന്നിവ തുല്യമായി വന്നാൽ അത്തരം ശമ്പള നിരക്കുകളെ അറിയപ്പെടുന്നത്. ഉത്തരം ഏകീകൃത ശമ്പള സ്കെയിൽ എന്നറിയപ്പെടുന്നു. ശൂന്യ വേതനാവധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിനുള്ള ഉപജീവന ഭത്ത കൊടുക്കുന്നത് എന്നു മുതൽ? ഉത്തരം ശൂന്യവേതനാവധി അവസാനിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ കൊടുത്തു തുടങ്ങും. ട്രഷറി ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഓഫീസിൽ നിന്നും 2 കിലോമീറ്റർ അധികവും 8 കിലോമീറ്ററിൽ താഴെയുമാണ് ട്രഷറി അല്ലെങ്കിൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കാലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന തുക യാത്രാക്കൂലിയായി നൽകാവുന്നതാണ്. ആഴ്ചയിൽ എത്ര ദിവസം അത്തരത്തിൽ യാത്രാക്കൂലിയായി നൽകാം? ഉത്തരം ആഴ്ചയിൽ 3 ദിവസം. ഉയർന്ന നിരക്കിലുള്ള കുടുംബ പെൻഷനുള്ള അർഹത പെൻഷനർ മരണപ്പെട്ട തീയതി മുതൽ ഡാഷ് വരെയോ പെൻഷനർക്ക് 63 വയസ്സ് തികയുമായിരുന്ന തീയതിയോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയാണ്. ഉത്തരം 7 വർഷം. കേരള സംസ്ഥാന സർവീസിൽ നിന്നും വിരമിച്ച ഒരു ജീവനക്കാരന് 1/6/2022 തീയതി പ്രാബല്യത്തിൽ പുനർനിയമനം നൽകിയെങ്കിൽ അപ്പോൾ അയാൾ ഹാജരാക്കേണ്ടതില്ലാത്തത്? ഉത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. 31/3/2022 സേവനത്തിൽ നിന്നും വിരമിച്ച ഒരു ജീവനക്കാരൻ 1/4/2022 1-ന് പൂർവാഹ്നത്തിൽ മരണപ്പെട്ടുവെങ്കിൽ അയാളുടെ കുടുംബത്തിനുള്ള അർഹത? ഉത്തരം 2022 ഏപ്രിൽ മാസത്തേക്ക് പെൻഷൻ തുകയും അതിനുശേഷം അർഹമായ കുടുംബ പെൻഷനും. ഡാഷിൽ കുറയാത്ത ഒരു കാലയളവ് ഉൾപ്പെടെ 8 കിലോമീറ്റർ കവിയുന്ന ഹാൾട്ട് സ്ഥലത്തു നിന്നുമുള്ള ദൂരത്തിൽ ഡ്യൂട്ടിയിൽ നിന്നുമുള്ള ഹാജരില്ലായ്മയാൽ ഒരു ഹാൾട്ട് ഗണ്ണിക്കപ്പെടാത്ത പക്ഷം ആ ഹാൾട്ട് തുടർ ഹാൾട്ട് ആയിരിക്കുന്നതാണ്. ഉത്തരം തുടർച്ചയായ 3 രാത്രിയിൽ. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം അയാൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിനകത്തോ പുറത്തോ ആയ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കുള്ള യാത്രാഭത്തയുടെ അർഹത? ഉത്തരം വിരമിച്ചതിനു ശേഷം 1 വർഷത്തിനകം നടത്തിയാൽ. തസ്തിക നിർത്തലാക്കിയതിനാൽ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വകുപ്പിൽ 1/6/2000 മുതൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ജീവനക്കാരനെ സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്തു. അയാൾക്ക് അർഹതപ്പെട്ട പെൻഷൻ? ഉത്തരം കോമ്പൻസേഷൻ പെൻഷൻ. ഹെഡ് മാസ്റ്ററായി സ്ഥാനക്കയറ്റം ലഭിച്ച് 24/10/2021 പൂർവാഹ്നത്തിൽ ജോലിയിൽ പ്രവേശിച്ച ഒരു ഹൈസ്കൂൾ അധ്യാപികയ്ക്ക് ആർജികാവധിക്ക് അർഹത വരുന്ന തീയതി? ഉത്തരം 2021-22 അധ്യയന വർഷം ആരംഭിച്ച തീയതി മുതൽ. കേരള സർവീസ് റൂൾസിൽ പ്രസ്താവിച്ചിട്ടുള്ള ആകസ്മിക ചെലവുകളുടെ നിരക്കുകൾ ഏറ്റവും ചുരുങ്ങിയത് 1/2 ദിനഭത്തയ്ക്ക് വിധേയമായിരിക്കുന്നതാണ്. ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം റൂൾ 110 പാർട്ട് 2 KSRൽ. സ്ഥലം മാറ്റ യാത്രാപ്പടിയിൽ കുടുംബം എന്ന വിവക്ഷയിൽ പെടാത്തത്? ഉത്തരം ഉദ്യോഗസ്ഥന്റെ മാതാപിതാക്കൾ. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ മേൽപ്പറഞ്ഞ ശമ്പള നിരക്കിൽ 1/7/2021 മുതൽ 27,900 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കെ 1/12/2022 മേൽപ്പറഞ്ഞ ശമ്പള നിരക്കിൽ LD ക്ലർക്കായി നിയമിച്ചു. പുതിയ ശമ്പള നിരക്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം നിർണയിക്കുക? ഉത്തരം 1/12/2021 29,500 രൂപയും 1/12/2022 മുതൽ 30,300 രൂപയുമാണ്.
ഭിന്നശേഷിക്കാരനായ ഒരു ഉദ്യോഗസ്ഥന് ചികിത്സയ്ക്കായി ഒരു കലണ്ടർ വർഷത്തിൽ ലഭിക്കുന്ന പരമാവധി പ്രത്യേക ആകസ്മിക അവധിയുടെ എണ്ണം. ഉത്തരം കലണ്ടർ വർഷത്തിൽ 15 ദിവസം. കോട്ടയത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ വകുപ്പ് തല പരിശീലനത്തിനായി 70 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരത്തുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് നിയോഗിച്ചു. അദ്ദേഹത്തിന് അനുവദിക്കാവുന്ന ദിനബത്തയുടെ കണക്ക്. ഉത്തരം ആദ്യത്തെ 30 ദിവസം പൂർണ്ണമായ ദിനബത്തയും പിന്നീടുള്ള ദിവസങ്ങളിൽ 4/3 ദിനബത്തയും ലഭിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ യാത്ര ചെയ്താൽ ലഭിക്കുന്ന യാത്രാബത്ത എത്ര? ഉത്തരം അനാമത്ത് ചെലവ് മാത്രം ലഭിക്കുന്നു. പരിശീലനത്തിനായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ ലഭിക്കുന്ന യാത്രാ സമയം. ഉത്തരം യാത്രയ്ക്ക് വേണ്ട സമയം മാത്രം. ഒരു ഗ്രേഡ് 1 ഓഫീസർ കോട്ടയത്ത് നിന്നും തൃശൂരിലേക്ക് റെയിൽ സെക്കൻഡ് എസിയിൽ യാത്ര ചെയ്യുകയും അന്നേ ദിവസം തന്നെ തൃശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് റോഡ് മാർഗം തിരിച്ച് യാത്ര ചെയ്തു. അദ്ദേഹത്തിന് ലഭിക്കുന്ന അനാമത്ത് ചിലവ് എത്ര? ഉത്തരം 300 രൂപ. സ്ഥലം മാറ്റ യാത്രയിൽ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത്. ഉത്തരം യാത്രാക്കൂലി മാത്രം. അന്യത്ര സേവനത്തിന് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാതൃവകുപ്പിൽ നിന്നും 31/11/2019 അപരാഹ്നത്തിൽ വിടുതൽ ചെയ്യുകയും 9/12/2019 അന്യത്ര സേവനത്തിന് ഹാജരാകുകയും ചെയ്തു. 23/11/2021 അന്യത്ര സേവനം അവസാനിപ്പിച്ച് മാതൃവകുപ്പിനെ അറിയിക്കുകയും 1/12 പൂർവാഹ്നത്തിൽ മാതൃവകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ അന്യത്ര സേവനത്തിന്റെ യഥാർത്ഥ കാലയളവ്. ഉത്തരം 1/12/2019 മുതൽ 30/11/2021 വരെ. അന്യത്ര സേവനത്തിന് അത്യാവശ്യമായിട്ടുള്ള നിബന്ധന. ഉത്തരം അന്യത്ര സേവനം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ടായിരിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്നും സ്വയം വിരമിക്കുന്നതിന് ചുരുങ്ങിയതും യോഗ്യമായതുമായ സേവനകാലം. ഉത്തരം 20 വർഷത്തെ യോഗ്യമായ സേവനകാലം. എക്സ്ഗ്രേഷ്യ അലവൻസ് ആർക്കെല്ലാമാണ് അനുവദിക്കുന്നത്? ഉത്തരം കുഷ്ഠം, ക്ഷയരോഗം, ക്യാൻസർ, മാനസിക രോഗം തുടങ്ങിയവർക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി ശൂന്യവേതനാവധി എടുത്തവർക്ക്. താഴെ കൊടുത്തിരിക്കുന്ന അവധികളിൽ ഏതാണ് സാധാരണ ഇൻക്രിമെന്റ് അനുവദിക്കുന്നതിന് പരിഗണിക്കാത്തത്? ഉത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനുവദിച്ച ശൂന്യവേതനാവധി. ഒരു വനിതാ ഉദ്യോഗാർത്ഥിക്ക് 28/2/2021 റവന്യൂ വകുപ്പിൽ നിന്നും നിയമന ഉത്തരവ് ലഭിക്കുകയുണ്ടായി. 3/3/2021 അവർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. തുടർന്ന് 31/3/2021 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവർക്ക് അനുവദിക്കാവുന്ന പ്രസവ അവധി എത്ര? ഉത്തരം 1/4/2021 മുതൽ 151 ദിവസം വരെ. ഒരു ഉദ്യോഗസ്ഥൻ 26/3/2021 പൂർവാഹ്നത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. 26/3/2022 അദ്ദേഹത്തിന്റെ അവധി കണക്കിൽ എത്ര ആർജിതാവധി ഉണ്ടായിരിക്കും? ഉത്തരം 17 ആർജിതാവധി. ഒരു ഉദ്യോഗസ്ഥൻ 16/1/2021 മുതൽ 15 ദിവസത്തെ ആർജിതാവധി എടുക്കുകയും പിന്നീട് 16/1/2021 മുതലുള്ള ആർജിതാവധി അർദ്ധവേതനാവധിയിലേക്ക് മാറ്റുന്നതിന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അപേക്ഷ നിരസിക്കപ്പെട്ട കാരണം എന്ത്? ഉത്തരം ആർജിതാവധി മറ്റു തരത്തിലുള്ള അവധിയിലേക്ക് മാറ്റുന്നത് അനുവദനീയമല്ല. ചുരുങ്ങിയ സർവീസ് പെൻഷന് വേണ്ട യോഗ്യമായ സേവനകാലം. ഉത്തരം 10 വർഷം. സ്ഥലം മാറ്റ യാത്ര എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? ഉത്തരം
ഉദ്യോഗസ്ഥന്റെ വസതിയിൽ നിന്നും പുതിയ സ്ഥലത്തെ വസതി വരെ. പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂട്ട് ചെയ്ത തുക തിരിച്ചു നൽകുന്നത് എന്നു മുതൽ? ഉത്തരം കമ്മ്യൂട്ടേഷൻ തുക കൈപ്പറ്റി 12 വർഷം പൂർത്തീകരിച്ച ശേഷം. ഒരു ഉദ്യോഗസ്ഥൻ 31/3/2022 റിട്ടയർ ചെയ്യുകയും അദ്ദേഹത്തിനുള്ള പെൻഷൻ, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, DCRG എന്നിവ അനുവദിക്കുകയും ചെയ്തു. സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് മുൻപായി പെൻഷനർ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സർവീസ് ആനുകൂല്യങ്ങൾ ആർക്കാണ് ലഭിക്കുക? ഉത്തരം നിയമപരമായ അവകാശികൾക്ക്. തസ്തിക നിർത്തലാക്കിയതു മൂലം ജോലി നഷ്ടപ്പെടുകയും താഴെത്തട്ടിലുള്ള സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന്റെ യോഗ്യമായ സേവനകാലം പരിഗണിച്ചു കൊടുക്കുന്ന പെൻഷൻ. ഉത്തരം നഷ്ടപരിഹാര പെൻഷൻ. ഒരു ഉദ്യോഗസ്ഥൻ 31/3/2022 സൂപ്പർ ആനുവേഷനിൽ സർവീസിൽ നിന്ന് വിരമിക്കുകയും അദ്ദേഹത്തിന്റെ പെൻഷൻ 57,050 രൂപയെ അനുവദിക്കുകയും പരമാവധി തുക കമ്മ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് ലഭിക്കുന്ന കുറഞ്ഞ പെൻഷൻ എത്ര? ഉത്തരം 34,230 രൂപ. പ്രസവാവധിയും അതിനു തുടർച്ചയായുള്ള ശൂന്യവേതനാവധിയും എന്തിനു പരിഗണിക്കുന്നതല്ല? ഉത്തരം പ്രബേഷന് പരിഗണിക്കുന്നതല്ല. അന്യത്ര സേവനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷൻ വിഹിതം എത്രയാണ്? ഉത്തരം ഉദ്യോഗസ്ഥന്റെ ശമ്പള നിരക്കിലെ പരമാവധി ശമ്പളത്തിന്റെ 15% പ്രതിമാസം അടക്കുന്നു. അന്യത്ര സേവനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ പ്രസവ കാലാവധി അനുവദിക്കുന്നതിനുള്ള അധികാരം. ഉത്തരം അന്യത്ര സേവനത്തിലുള്ള സ്ഥാപനത്തിന്റെ മേധാവിക്കായിരിക്കും. സർവീസിൽ നിന്നും 30/11/2021 വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് 28 വർഷത്തെ യോഗ്യമായ സേവനകാലവും 1/2/2021 മുതൽ 97,800 രൂപയും 1/7/2021 മുതൽ 1,300,000 രൂപയും വാങ്ങിക്കൊണ്ടിരുന്നു. 1/12/2021 അദ്ദേഹത്തിന് അനുവദിക്കാവുന്ന പെൻഷൻ എത്ര? ഉത്തരം 99,050/2 × 28/30. സർവീസിലിരിക്കെ മരണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ആശ്രിതർക്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ അവശിഷ്ട ഗ്രാറ്റുവിറ്റി. ഉത്തരം അവസാനത്തെ വേതനത്തിന്റെ 12 ഇരട്ടി തുക. താഴെ പറയുന്നവിൽ ഏതാണ് അർഹമായ അവധിയല്ലാത്തത്? ഉത്തരം കാഷ്വൽ ലീവ്. ഇരുപത് ദിവസം അവധിക്കാല ഡ്യൂട്ടി ചെയ്ത അവധിക്കാല വകുപ്പിലെ ജീവനക്കാർക്ക് അനുവദനീയമായ ഏൺഡ് ലീവ് വെക്കേഷൻ പീരീഡ് 60 ദിവസം. ഉത്തരം 10 ദിവസം. ആകെയുള്ള അവധിക്കാലവും ഏൺ ലീവും ഒരുമിച്ചെടുക്കുന്ന കാലയളവ് എത്ര ദിവസത്തിൽ കവിയാൻ പാടില്ല? ഉത്തരം 180 ദിവസത്തിൽ. ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരന് 16/6/2004 വർഷത്തിൽ എത്ര ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ കഴിയും? ഉത്തരം 20 ഏൺ ലീവ്. 8/12/2015 സർവീസിൽ പ്രവേശിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ 10/10/2021 ഹാഫ് പേ അവധി കണക്കാക്കുക. ഉത്തരം 100 ദിവസം. താഴെ പറയുന്ന തീയതികളിൽ ഏത് ദിവസമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം അവതരിപ്പിച്ചത്? ഉത്തരം 1/9/1984. അർഹതയാകുന്ന മാസത്തിലെ ഏത് ദിവസം മുതൽ ഒരു ഇൻക്രിമെന്റ് അനുവദിക്കാം? ഉത്തരം ആദ്യ ദിവസം. ദൈനംദിന അലവൻസ് ആൻഡ് പൊതുഗതാഗതത്തിന് കീഴിൽ വരാത്തത് താഴെ പറയുന്നവിൽ ഏതാണ്? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് വാഹനം.
പൊതുവരുമാനത്തിന്റെ കീഴിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഡെറ്റ് അക്കൗണ്ട്. താഴെ പറയുന്ന നിയമങ്ങളിൽ ഏതാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിശ്ചയിക്കുന്നതിന് പ്രയോഗിക്കാൻ കഴിയാത്തത്? ഉത്തരം റൂൾ 20. ഡയസ്നോൺ കാലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കണക്കാക്കാത്തത്? ഉത്തരം പ്രൊബേഷൻ. പുതിയതായി നിയമിക്കുന്ന ജീവനക്കാർക്ക് സ്പാർക്കിന്റെ ഫോം ഏത് ഹാജരാക്കണം? ഉത്തരം ഫോം 15. താഴെ പറയുന്ന തീയതികളിൽ ഏതാണ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അവതരിപ്പിച്ചത്? ഉത്തരം 19/8/1976. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ രാജി സ്വീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം നിയമന അതോറിറ്റിക്ക്. ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള പ്രതിമാസ മിനിമം സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാന ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ്? ഉത്തരം 6%. എത്ര ദിവസം അനുമതിയില്ലാതെ വൈകിയാലാണ് ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടാൻ കാരണമാകുന്നത്? ഉത്തരം 3 ദിവസം വൈകിയാൽ. ഒരു ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാന ശമ്പളം 25,200 രൂപ. 1/6/2017 ശമ്പള സ്കെയിൽ മേൽപ്പറഞ്ഞവയാണ്. 1/10/2017 ഒരു വർഷത്തേക്ക് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഇല്ലാതെ ഒരു ഇൻക്രിമെന്റ് തടയാൻ ഉത്തരവിട്ടു. 1/6/2020 അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് കണക്കാക്കുക. ഉത്തരം 27,150 രൂപ. ഒരു അപ്രന്റീസിന് ലഭിക്കുന്ന പ്രതിമാസ അലവൻസിനെ എന്തു പറയുന്നു? ഉത്തരം സ്റ്റൈപ്പൻ എന്ന് പറയുന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക യാത്രയിലായിരിക്കുമ്പോൾ സൗജന്യ ബോർഡിംഗ് നൽകിയിട്ടുണ്ടെങ്കിൽ DAയുടെ സ്വീകാര്യത? ഉത്തരം 1/2. ഒരു ഉദ്യോഗസ്ഥനെ ഒരേ ദിവസം ഒന്നിലധികം തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയാൽ ഇടനില തസ്തികയുടെ ശമ്പളം താഴെ പറയുന്ന ഏത് ചട്ടം അനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്? ഉത്തരം റൂൾ 28A. GOP നമ്പർ 27/2021 10/2/2021 ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷനുകൾ 97,600 1,53,200 സ്കെയിലിന് മുകളിലാണെങ്കിൽ ഏത് ചട്ടമാണ് ബാധകം? ഉത്തരം റൂൾ 37A. താഴെ പറയുന്നവയിൽ ഏതാണ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിലേക്ക് കണക്കാക്കാത്തത്? ഉത്തരം അനുബന്ധം 12A, 12B, 12C എന്നിവയ്ക്ക് കീഴിലുള്ള LWAയുടെ കാലയളവ്. ഒരു ജീവനക്കാരന്റെ ബാധ്യതകൾ റിട്ടയർമെന്റിനു ശേഷം എത്ര വർഷത്തിനുള്ളിൽ കണക്കാക്കണം? ഉത്തരം 3. പെൻഷന്റെ ഇപ്പോഴത്തെ കമ്മ്യൂട്ടേഷൻ നിരക്ക് പെൻഷന്റെ എത്ര ശതമാനമാണ്? ഉത്തരം പെൻഷന്റെ 40%. സർക്കാർ ക്വാർട്ടേഴ്സ് കൈവശമുള്ളവർക്ക് സറണ്ടർ ലീവ് ശമ്പളത്തോടൊപ്പം എന്തിനാണ് അർഹതയില്ലാത്തത്? ഉത്തരം HRIക്ക്. സംസ്ഥാന സർക്കാർ സ്ത്രീ ജീവനക്കാർക്കുള്ള ശിശു ദത്തെടുക്കൽ അവധിക്കുള്ള പരമാവധി കാലം എത്ര ദിവസമാണ്? ഉത്തരം 180 ദിവസം. അവധി ദിവസങ്ങളോടൊപ്പം കാഷ്വൽ ലീവിലായിരിക്കുമ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മൊത്തം കാലയളവ് തുടർച്ചയായി എത്ര ദിവസങ്ങളിൽ കൂടാൻ പാടില്ല? ഉത്തരം 15 ദിവസങ്ങളിൽ കൂടാൻ പാടില്ല. റിട്ടയർമെന്റ് സമയത്ത് ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതിനുള്ള പരമാവധി പരിധി എത്ര ദിവസമാണ്? ഉത്തരം 300 ദിവസം.
ഒരേ സമയത്ത് 180 ദിവസത്തിൽ കൂടുതൽ LWA അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം സർക്കാരിന്. എത്ര മാസത്തിൽ കൂടുതൽ തുടർച്ചയായി കമ്മ്യൂട്ടഡ് ലീവ് ലഭിച്ചാൽ മാത്രമേ HRAയ്ക്കും CCAയ്ക്കും അർഹതയുള്ളൂ? ഉത്തരം 6 മാസത്തിൽ കൂടുതൽ. പങ്കാളിയുടെ കൂടെ ചേരുന്നതിനായി അവധി അനുവദിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് അനുബന്ധം പ്രകാരമാണ്? ഉത്തരം 12C. സ്ത്രീ ജീവനക്കാർക്ക് ഗർഭം അലസലിന് എത്ര ദിവസം അനുവദനീയമാണ്? ഉത്തരം 42 ദിവസം. ഏതു തീയതി മുതൽ സമയബന്ധിത ഹയർ ഗ്രേഡ് നൽകാം? ഉത്തരം 1/2/2016 മുതൽ. മെഡിക്കൽ ഓഫീസർമാരുടെ താമസ സ്ഥലം ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്ററുകൾക്കുള്ളിൽ ആയിരിക്കണം? ഒരു ഉദ്യോഗസ്ഥനെ 8 കിലോമീറ്ററിനുള്ളിൽ സ്ഥലം മാറ്റുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ജോലിയിൽ ചേരാനുള്ള പരമാവധി സമയം എത്ര ദിവസമാണ്? ഉത്തരം 1 ദിവസം. സ്ഥലം മാറ്റം കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിയിൽ ചേരാനുള്ള പരമാവധി സമയം എത്ര ദിവസമാണ്? ഉത്തരം 30 ദിവസം. ജോയിനിങ് സമയത്ത് അധികമായി താമസിച്ചത് താഴെ പറയുന്ന ഏത് തരത്തിലുള്ള ലീവുകൾ അനുവദിച്ചുകൊണ്ട് ക്രമപ്പെടുത്താൻ കഴിയില്ല? ഉത്തരം കാഷ്വൽ ലീവുകൾ. അഡീഷണൽ ചാർജ് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് നൽകാൻ കഴിയുന്ന ചാർജ് അലവൻസ് എത്ര മാസത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം 3 മാസത്തേക്ക്. താഴെ പറയുന്നവയിൽ സീനിയോറിറ്റി കണക്കാക്കുന്നത് ഏത് തീയതിക്കനുസരിച്ചാണ്? ഉത്തരം ഡേറ്റ് ഓഫ് അഡ്വൈസ്. താഴെ പറയുന്ന തീയതികളിൽ എന്നാണ് മാസ്റ്റർ സ്കെയിൽ അവതരിപ്പിച്ചത്? ഉത്തരം 1/7/2004 മുതൽ. പ്രസവാവധിയെ തുടർന്ന് എത്ര ദിവസങ്ങളിലെ LWAയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല? ഉത്തരം 60 ദിവസം. ഇൻക്രിമെന്റ് അനുവദിക്കുന്നതിന് എന്ന് വരെയുള്ള താൽക്കാലിക സേവനം കണക്കാക്കുന്നു? ഉത്തരം 30/9/1994 വരെയുള്ള. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പ്രൊബേഷൻ കാലം എത്ര വർഷമാണ്? ഉത്തരം 1 വർഷം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സർവീസിനിടയിൽ എത്ര ദിവസത്തെ ലീവ് നോ ഡ്യൂ അനുവദിക്കാം? ഉത്തരം 360 ദിവസം. വിരമിക്കലിനുള്ള തയ്യാറെടുപ്പിനുള്ള അവധിയുടെ കാര്യത്തിൽ പരമാവധി ഏൺ ലീവ് എത്ര ദിവസങ്ങളാണ്? ഉത്തരം 300 ദിവസം. ഗസറ്റഡ് ഓഫീസറുടെ അഡീഷണൽ ചാർജ് വഹിക്കുന്ന ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ പോസ്റ്റിംഗ് ആരുടെ അംഗീകാരം ആവശ്യമാണ്? ഉത്തരം വകുപ്പ് തലവന്റെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപജീവന അലവൻസിൽ നിന്നും കുറയ്ക്കാൻ പാടില്ലാത്തത്? ഉത്തരം കോടതി അറ്റാച്ച്മെന്റ്. സാധാരണ കേസുകളിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന മാക്സിമം പീരീഡ്? ഉത്തരം 6 മാസം. ഒരു ഉദ്യോഗസ്ഥൻ എത്ര മണിക്കൂറുകൾക്ക് മുമ്പിൽ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യാം? ഉത്തരം 48 മണിക്കൂറുകൾക്ക് മുകളിൽ. എത്ര മണിക്കൂറുകൾ ഹാൾട്ട് ചെയ്തു എന്നത് കണക്കിലെടുക്കാതെ ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ DAയും അർഹതയുണ്ട്? ഉത്തരം ഫയർ ആൻഡ് സേഫ്റ്റി.
ഗ്രേഡ് 1 ഓഫീസറുടെ വ്യക്തിഗത ജംഗമങ്ങൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനും താഴെ പറയുന്ന തുകകളിൽ ഏതാണ് അനുവദനീയമായിട്ടുള്ളത്? ഉത്തരം 900. ക്ലാസ് 1 മലയോര യാത്രാവേളയിൽ ഒരു ഉദ്യോഗസ്ഥന് അനുവദനീയമായ ഹിൽ ട്രാക്ട് അലവൻസിന്റെ നിരക്ക്? ഉത്തരം 25%. താഴെ പറയുന്ന ഏതുതരം ട്രാൻസ്ഫറിനാണ് പ്രിപ്പറേഷൻ ടൈം അനുവദനീയമല്ലാത്തത്? ഉത്തരം അഭ്യർത്ഥന പ്രകാരമുള്ളതിന്. ട്രാൻസ്ഫർ ടിയെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ആരെയാണ് കുടുംബാംഗമായി പരിഗണിക്കാത്തത്? ഉത്തരം സഹോദരനെ. പൊതു താൽപര്യപ്രകാരം സ്ഥലം മാറിപ്പോകുന്ന ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ എത്രമാത്രം വ്യക്തിഗത ജംഗമങ്ങൾ കൂടെ കരുതാവുന്നതാണ്? ഉത്തരം 3000 കിലോഗ്രാം. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ഒരു ഉദ്യോഗസ്ഥനെ എറണാകുളത്തു നിന്നും കൽപ്പറ്റയിലേക്ക് സ്ഥലം മാറ്റി. 5/8/2022 വൈകുന്നേരം എറണാകുളത്തു നിന്നും അദ്ദേഹത്തെ വിടുതൽ ചെയ്തു. കൽപ്പറ്റയിൽ അദ്ദേഹം ജോലിക്ക് ഹാജരാകേണ്ട ദിവസം എന്നാണ്? എറണാകുളം കോഴിക്കോട് 250 കിലോമീറ്റർ റെയിൽ, കോഴിക്കോട് കൽപ്പറ്റ റോഡ് 75 കിലോമീറ്റർ. 5/8/2022 വെള്ളിയാഴ്ച. ഉത്തരം 16/8/2022 ചൊവ്വാഴ്ച രാവിലെ.